ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇന്ന് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു സ്കൂളിൽ അസംബ്ലി കൂടുന്നത് കണ്ടു കുട്ടികൾ. അപ്പോഴവിടെ വെയിൽ വരുന്നുണ്ട്. വെയിൽ വരുന്നതനുസരിച്ച് ആ കുട്ടികളെ തണലത്തേക്ക് നിർത്തുന്നുണ്ട് അധ്യാപകർ. അക്കാര്യത്തിൽ അധ്യാപകരും അവിടുത്തെയുള്ള പ്രിൻസിപ്പളും എല്ലാം അക്കാര്യത്തിൽ വിജയിച്ചു. അതായത് ആ കുട്ടികൾ ആ അസംബ്ലി കൂടുന്ന ആ സ്കൂളിലെ കുട്ടികൾക്ക് വെയിൽ കൊള്ളാതെ തന്നെ ആ അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തണൽ വരുന്നതനുസരിച്ച് ആ കൊച്ചു കുട്ടികളെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ആ സ്കൂളിൽ അത്രയും പരിമിതമായിട്ടുള്ള സാഹചര്യമേ ഉള്ളൂ. എന്നാലും അവരത് അക്കാര്യത്തിൽ എന്ത് ചെയ്തു, കുട്ടികളെ നല്ലതുപോലെ ഗവനിച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് അവർ വെയിൽ കൊള്ളാതെ അസംബ്ലി അവർ പൂർത്തിയാക്കി. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ പല സ്കൂളുകളിലും ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം ഞാൻ ട്യൂഷൻ കൂടെ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ട്യൂഷന് പഠിപ്പിക്കുമ്പോൾ പല കുട്ടികളും രാവിലെ പറയും, സാറേ ഇന്ന് അസംബ്ലി ഉണ്ട്, പോകണം, നേരത്തെ പോകണമെന്നൊക്കെ. എന്നിട്ട് ചില കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ വെയിലത്താണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ വെയിലത്ത് നിൽക്കുകയെന്ന് വെച്ചാൽ അധ്യാപകർ മാത്രം കയറി തണലത്ത് ആ തിണ്ണയിൽ കയറി നിൽക്കും, കുട്ടികൾ മാത്രം വെയിൽ കൊണ്ടുകൊണ്ട് അവിടെ അസംബ്ലി കൂടുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ വെയിൽ കൊണ്ടിട്ട് മറ്റുള്ള അധ്യാപകർ മാത്രം ഈ തണലത്ത് കയറി നിന്നിട്ട് കുട്ടികളെ കൊണ്ട് വെയിൽ കൊള്ളിക്കുന്ന പരിപാടി, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ ഈ വെയിൽ വരുന്നതനുസരിച്ച് കുട്ടികളെ മാറ്റി നിർത്താനോ ഒന്നും അവർ ശ്രമിക്കുന്നതുമില്ല. പല കുട്ടികളും ദേഹം തളർന്ന് വീഴുന്നു എന്നും അവർ പറഞ്ഞായിരുന്നു. മാത്രമല്ല, ഇപ്പം മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. ചിലർ കുറച്ച് മാത്രം ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഇവർ പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ വന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മദ്രസയിൽ പോകാത്ത കുട്ടികൾ രാവിലെ ഏർലി മോർണിംഗ് 6:45 ഇറങ്ങുന്നവരുണ്ട്. ഈ 6:45 ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും അവർ ട്യൂഷൻ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ നല്ലതുപോലെ ആഹാരം പോലും കഴിക്കാതെ ആയിരിക്കും ഇവർ ഈ ട്യൂഷൻ സെൻറ്ററിൽ വന്നിരുന്ന് പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്കും അവരൊരു പരുവാകും. മാത്രമല്ല, ചിലർ ട്യൂഷന് പോകാത്തവരാണെങ്കിൽ പോലും നല്ല ആഹാരം കഴിച്ചിട്ടായിരിക്കത്തില്ല സ്കൂളിൽ വരുന്നത്. പൊതുവേ നമ്മുടെ കേരളം ഇന്ത്യ അറിയാമല്ലോ, പോഷകാഹാരങ്ങളുടെ ഒരു കുറവുണ്ട് കുട്ടികളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ വെയിലും കൂടെ കൊണ്ട് കുട്ടികൾ ദേഹം തളർന്ന് വീഴുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ കേട്ടപ്പോൾ ഇതുപോലെ സ്വാഭാവികമായിട്ടും ചില സ്കൂളുകളിൽ അതിനുള്ള പരിമിതമായിട്ടുള്ള സാഹചര്യമായിരിക്കും. ഓഡിറ്റോറിയം ഒന്നും ഫണ്ടിങ് കാണത്തില്ല, അതൊന്നും സെറ്റ് ചെയ്യാനുള്ള ഫണ്ടിങ് കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ ഇല്ലെങ്കിൽ ഓഡിറ്റോറിയം ഉള്ള സ്കൂളുകളിൽ ഉള്ള സ്കൂളുകാർ അവർ ഈ പറഞ്ഞ അസംബ്ലി നടത്തട്ടെ. ഓഡിറ്റോറിയം ഇല്ലാത്ത സ്കൂളിൽ അവർ നിർബന്ധിച്ച് കുട്ടികളെ വെയിൽ കൊള്ളിച്ച് അസംബ്ലി ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓഡിറ്റോറിയം ഉണ്ട്, അതിനകത്തൊരു ഫാനൊക്കെ കാണും, കുറേ ഫാനുകളും കാണും, കുട്ടികൾ അസംബ്ലി കൂടാൻ നല്ല സൂപ്പറായിട്ട് പറ്റും. പക്ഷേ ഈ പറഞ്ഞ സ്കൂളുകളിൽ അത്രയും ഫണ്ട് എറേസ് ചെയ്യാൻ പറ്റത്തില്ല. എറേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്കതുപോലെ ഓഡിറ്റോറിയം ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ കുട്ടികൾ ഈ വെയിൽ കൊണ്ട് അസംബ്ലി കൂടേണ്ടി വരും. അതിലൊരു പ്രായോഗികത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അസംബ്ലി കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാസ്സുകളിൽ ഡിസ്ക്രൈബ് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എവിടെ നിന്നാലും കുട്ടികളത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോരെ. മാത്രമല്ല, ഈ അസംബ്ലി കൂടിയിട്ട് ഈ വെയിലും കൊണ്ടുകൊണ്ടായിരിക്കും കുട്ടികൾ ക്ലാസ്സിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോഴും എന്തൊരു അസ്വസ്ഥതയാണെന്നറിയാമോ. നമ്മളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, കുറച്ച് നേരം വെയിലത്ത് നിന്നിട്ട് അത് ഒറ്റ നിപ്പിലാണ് നിൽക്കുമ്പോൾ ആ സൂര്യൻ്റെ ആ റേസ്, ശക്തിയേറിയ റേസ് പിറത്ത് നല്ലതുപോലെ അങ്ങ് പതിക്കുകയാണ്. നമ്മൾ ഓടുകയോ ചാടുകയോ നടക്കുകയോ ചെയ്യുന്നെങ്കിൽ വലിയ വിഷയമില്ല. നമ്മളാണെങ്കിൽ പോലും ഇതുപോലെ വെയിലൊക്കെ കൊണ്ട് അകത്തോട്ട് കയറുമ്പോൾ എന്ത് അസ്വസ്ഥതയാണ് കുട്ടികൾക്കത്. അത് എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കും കുട്ടികളുടെ കാര്യം മാത്രം നമ്മളിത് ശ്രദ്ധിക്കാതിരുന്നിട്ട് ഇരിക്കുന്നതിലൊരു കാര്യമില്ല. എൻ്റെ ആ ഒരു ഇതിനകത്ത് തോന്നുന്നത്, ഇന്ന് ഞാൻ കണ്ട സ്കൂളിൽ ആ സ്കൂളുകാരും ആ അധ്യാപകരും പ്രിൻസിപ്പളും അവർക്കൊരു കൺഗ്രാജുലേഷൻ. കാരണം അതിനകത്ത് അറ്റംപ്റ്റിൽ വിജയിച്ചു എന്നുള്ളതാണ്. കുട്ടികളെ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് സ്കൂളിലെ കുട്ടികളെ അവർ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, എന്തായാലും എനിക്ക് തോന്നിയതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.